അയോധ്യയിൽ പ്രതിഷ്ഠിച്ച രാംലല്ല വിഗ്രഹത്തെ കണ്ടതിലുള്ള ആനന്ദം വിവരിക്കുന്ന നടി രേവതിയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. രേവതി സ്വന്തം ഭക്തിയിൽ നിന്നുണ്ടായ ആനന്ദവും പങ്കുവച്ചതിലല്ല, മറിച്ച് സ്വന്തം വിശ്വാസം വെളിപ്പെടുത്തി രേവതി എഴുതിയ വരികളോടാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്. ഹിന്ദുക്കൾ സ്വന്തം വിശ്വാസം ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ മതേതരത്വത്തിനു വേണ്ടി നിൽക്കുകയായിരുന്നെന്നും ഇപ്പോഴാണ് ആദ്യമായി നമ്മൾ വിശ്വാസികളാണെന്ന് ഉറക്കെ പറയാനായതെന്നും രേവതി ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിരുന്നു. ഇന്ത്യൻ ഹിന്ദുക്കളെയും വിശ്വാസികളെയും മതേതരത്വത്തെയും കുറിച്ചുള്ള രേവതിയുടെ കാഴ്ചപ്പാടിന്റെ ചില അപകടങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഇത് പറഞ്ഞത് രേവതിയാണെന്നതാണ് സോഷ്യൽ മീഡിയയെ അമ്പരപ്പിച്ച ഒരു കാര്യം. തന്റെ വിശ്വാസം രേവതി തുറന്നു പറഞ്ഞതിലല്ല, അതിന്റെ കോണ്ടെക്സ്റ്റിനെയാണ് ഒരു വിഭാഗം വിമർശിക്കുന്നത്. സ്ത്രീകളുടെ അവകാശ സംബന്ധിയായ വിഷയങ്ങളിൽ പരമ്പരാഗത ചിന്താഗതിയിൽ നിന്ന് വഴിമാറി നിലപാടെടുക്കുന്ന ഒരാൾക്ക് അയോധ്യ വിഷയത്തിൽ തീവ്ര ചിന്താഗതിക്കാർക്ക് എടുത്തുപയോഗിക്കാൻ ഒരു ആയുധം നൽകുന്ന തരത്തിൽ പ്രതികരണം നടത്താൻ എങ്ങനെ സാധിക്കുന്നുവെന്നതിലായിരുന്നു നെറ്റിസൺസിന് അത്ഭുതം. തന്റെ ഉള്ളിൽ ഇത്തരമൊരു ഇടമുണ്ടായിരുന്നെന്ന് തനിക്കറിയുമായിരുന്നില്ലെന്ന് രേവതി തന്നെ കുറിപ്പിൽ പറയുന്നു. ശ്രീരാമന്റെ തിരിച്ചുവരവ് കാര്യങ്ങളെ മാറ്റിമറിച്ചെന്നും ഇപ്പോഴിതാ തനിക്ക് വിശ്വാസിയാണെന്ന് പറയാനാകുന്നുവെന്നും ജയ് ശ്രീറാമെന്നും രേവതി എഴുതി. ഹിന്ദുക്കൾക്ക് വിശ്വാസം തുറന്നു പറയാൻ ധൈര്യം പകർന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയാണെന്ന് രേവതി പോസ്റ്റിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻപ് ചിത്രയെയും ശോഭനയും റദ്ദു ചെയ്യാനും മാർക്കിട്ട് വിമർശിക്കാനും തിരക്ക് കൂട്ടിയ വിമർശനങ്ങളുടെ സ്വരമല്ല രേവതിയുടെ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഇത് WCCയുടെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന അതേ രേവതിയാണോ എന്ന സർപ്രൈസാണ് പോസ്റ്റുകളിൽ മുഴച്ചു നിൽക്കുന്നത്. മറ്റ് സെലിബ്രിറ്റികൾക്ക് നൽകിയതുപോലെ നിഷ്കളങ്കതയുടെ പ്രത്യേക പരിഗണന രേവതിക്ക് നൽകാനാകില്ലെന്ന ലൈനിലാണ് വിമർശനങ്ങൾ. മോദിക്കും രാമനും സ്തുതി, അവർ കാരണം പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞെന്നാണ് തേജോധനം പോറ്റിയെന്ന ഐഡിയിലെ പോസ്റ്റ്. ചരിത്രം ശവക്കുഴികളിൽ കിടന്ന് നിലവിളിക്കുമെന്നും സകല നീലക്കുറുക്കന്മാരും ഓരിയിടുന്ന സത്യസന്ധതയുടെ കാലമാണിതെന്നുമാണ് ശ്രീജിത്ത് ദിവാകരന്റെ പോസ്റ്റ്. രാമന്റെ വരവ് പലരിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് രേവതിയുടെ പോസ്റ്റ് പങ്കുവച്ച് BJP നേതാവ് ശ്രീജിത്ത് പന്തളത്തിന്റെ പിന്തുണ. രേവതിയുടെ പോസ്റ്റിന് കീഴെ വളരെ സത്യമെന്ന് കമന്റിട്ട നിത്യ മേനോനെയും പല പോസ്റ്റുകളിലും പരാമർശിച്ചിട്ടുമുണ്ട്. ഇന്ന് വളരെ ചർച്ചയായ മറ്റൊരു പോസ്റ്റ് മന്ത്രി R ബിന്ദുവിന്റേതായിരുന്നു. രേവതിയുടെ പോസ്റ്റിൽ പറയുന്ന മതേതരത്വത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ബിന്ദു കുറിച്ച വരികളിലുള്ളത്. തകർക്കപ്പെട്ട ബാബറി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ചോര കിനിയുന്നു. കുറ്റബോധത്തിൽ എരിയുന്ന ഒരു രാമൻ സരയുവിന്റെ ആഴങ്ങളിൽ സീതയെ തെരയുന്നു. നെഞ്ചിലൊരു വെടിയുണ്ടയുമായി ബാപ്പു നന്ദികേടിന്റെ ചിതയിൽ അമരുന്നു. മതമേലാളരും രാഷ്ട്രാധികാരവും ചേരുമ്പോൾ ജനാധിപത്യം ശരശയ്യയിലാവുന്നു, ചരിത്രം ഇരുട്ടിലാകുന്നു. മതത്തെയും മതേതരത്വത്തെയും കുറിച്ചുള്ള ഗായകൻ വിധു പ്രതാപിന്റെ പ്രതികരണവും ഈ പശ്ചാത്തലത്തിൽ ചർച്ചയാകുകയാണ്. മതം ഒരു ആശ്വാസമാകാം, ആവേശമാകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വിധുവിന്റെ പോസ്റ്റ്. പാർവതി തിരുവോത്ത്, ആഷിഖ് അബു, റിമ കല്ലിങ്കൽ, ജിയോ ബേബി ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചും വിശ്വാസത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ തങ്ങളുടെ നിലപാട് രേഖപ്പെടുത്തിയിരുന്നു.